السلام عليكم ورحمة الله وبركاته. الحمد لله وحده ونصر عبده وهزم الأحزاب وحده. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف الخلق نبينا محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന ഒരു സംഭവം ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഖറജ്നാ ഫീ സഫരിൻ ഫഅസാബ റജുലുൻ മിന്നാ ഹജറുൻ. ഞങ്ങൾ സ്വഹാബത്ത് ഒരു യാത്രയിലായിരുന്നു. ഞങ്ങളിലൊരാൾക്ക് ഒരു കല്ല് വെച്ചുകുത്തി വീണു. ഫശജ്ജഹു ഫീ റഅ്സിഹി. തലയിലൊരു വലിയ മുറിവ് വന്നു. സുമ്മഹ്തലം. ആ രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമുണ്ടായി. ഫസഅല അസ്ഹാബഹു. ആ മനുഷ്യൻ കൂടെയുള്ള സഹാബത്തിനോട് ചോദിച്ചു, ഹൽ തജിദൂന ലി റുഖ്സതൻ ഫി തയമ്മും. എനിക്ക് വുളൂവിന് പകരം, കുളിക്ക് പകരം തയമ്മും ചെയ്താൽ മതിയാകുമോ? കുളിക്കണല്ലോ, വലിയ അശുദ്ധിയായതാണ്. ഫഖാലു. കൂടെയുള്ളവർ പറഞ്ഞു, മാ നജിദു ലക റുഖ്സതൻ വ അൻത തഖ്ദിറു അലൽ മാ. വെള്ളമുണ്ടായിരിക്കെ കുളിക്ക് പകരം തയമ്മും ഒഴിവ് കഴിവായി ഞങ്ങൾ കാണുന്നില്ല. ഇത് കേട്ട് അദ്ദേഹം ഫഗ്തസല, കുളിച്ചു. ആ കുളി കാരണമായി അദ്ദേഹത്തിൻ്റെ മുറിവ് അധികമായി. ഫമാത. അദ്ദേഹം വഴിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഫലമ്മ ഖദിംനാ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്. നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞല്ലോ. അലാ സഅലു ഇദ് ലം യഅലമു. നിങ്ങൾക്കറിയാത്ത വിഷയം അറിയുകയില്ലെങ്കിൽ ചോദിച്ചുകൂടായിരുന്നോ? ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. ചോദിക്കലല്ലേ അറിയാത്തതിനുള്ള ചികിത്സ, ശമനം. അറിവുള്ളവരോട് ചോദിച്ചാൽ പോലെയായിരുന്നു. ഇന്നമാ കാന യക്ഫിഹി അൻ യതയമ്മം. തയമ്മും ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹത്തിന്. വയഅസിബ അലാ ജുർഹിഹി ഖിർഖതൻ സുമ്മ യംസഹ അലൈഹാ. ആ മുറിവിൻ്റെ മേൽ ഒരു ബാൻഡേജ് ചെയ്യുകയും അതിൻ്റെ മേൽ, ആ ബാൻഡേജിന് മേൽ തടവുകയും ചെയ്താൽ മതിയായിരുന്നു. വയഗ്സില സായിറ ജസദിഹി. ശരീരത്തിൻ്റെ ബാക്കിയുള്ള മുറിവില്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകുകയും ചെയ്താൽ മതിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇത് നബി തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച ഒരു സംഭവമാണ്. ഇന്നത്തെ ആധുനിക സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. നോക്കൂ, നിങ്ങൾ മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും
ഈ പറഞ്ഞ അവസ്ഥയിലാണ്. ജഹാലത്ത് കൊണ്ട്, വിവരക്കേട് കൊണ്ട് മനുഷ്യന്മാരെ കൊല്ലുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖതലൂഹു, കൊന്നു എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. കൊല്ലുന്നവർ. ആലോചിച്ച് നോക്കൂ, ഏത് തരത്തിലുള്ള ഫിത്നകൾക്കും മതവിധി പുറപ്പെടുവിക്കാൻ ആളുകളുണ്ട് അല്ലേ? മനുഷ്യന്മാരെ അന്യായമായി ആക്രമിക്കാൻ, ചാവേറുകളായി വധിക്കപ്പെടാൻ, അത് ഷഹാദത്താണ്, ഷഹീദാണെന്ന് പറയാൻ. ആലോചിച്ച് നോക്കൂ, വിവരമില്ലാത്ത വിഷയങ്ങളിൽ ഫത്വ പുറപ്പെടുവിക്കുന്നവർ, പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള ഇസ്ലാമിന്റെ കൃത്യമായ സ്രോതസ്സുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അള്ളാഹുവും റസൂലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുന്നവർ. ആലോചിച്ച് നോക്കൂ, സമുദായത്തിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ്. ഈ വിഷയം നാം അറിയേണ്ട കാര്യമാണ്. രാജ്യത്തിന്റെ തലങ്ങും വിലങ്ങും ഇത്തരം ഫത്വ കൊടുക്കുന്നവർ ഓടി നടക്കുകയാണ്. ഫത്വ കൊടുക്കാനുള്ള, മതവിധി പറയാനുള്ള ഒരു വിവരവും യഥാർത്ഥത്തിൽ ഈ ആളുകൾക്കില്ല. ഇല്ല എന്നവർക്ക് തന്നെ അറിയാം. പക്ഷെ അവരുദ്ദേശിക്കുന്നത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ്, രാജ്യത്ത് ഫിത്നയുണ്ടാക്കുകയാണ്, ഫസാദ് ഉണ്ടാക്കുകയാണ്. ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ ഈ രൂപത്തിൽ ഫത്വ കൊടുക്കുന്നവർ വല്ലാത്ത ഉപദ്രവമാണ്, സാമൂഹ്യമായ ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താ. വിവരമില്ലാത്ത വിഷയത്തിൽ ഒരാൾ ഫത്വ കൊടുത്താൽ ആ ഫത്വ കൊടുത്തവനാണ് അതിന്റെ പാപമുണ്ടാവുക. ആലോചിച്ച് നോക്കൂ, എന്ത് ധൈര്യമാണ് ഫത്വ കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്റഉകും അലൽ ഫത്യ അജ്റഉകും അലൻ നാർ. ഫത്വ കൊടുക്കാൻ ധൈര്യമുള്ളവരുണ്ടല്ലോ, ഇന്നയാള് കാഫറാണ്, ഇന്നയാള് മറ്റേതാണ്, ഇന്നയാള് മുബ്തദിഅാണ്, ഇന്നയാള് തെറ്റുകാരനാണ്, ഇന്നയാള് യഥാർത്ഥ മാർഗത്തിലല്ല, ഇന്നയാള് ശരിയല്ല എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കാൻ ധൈര്യപ്പെടുന്നവർ അജ്റഉകും അലൻ നാർ, നരകത്തിലേക്ക് പോകാൻ ധൈര്യപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. അത്ര ഗൗരവമുള്ളതാണ് വിഷയം എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പേരിൽ വിവരമില്ലാത്തത് നാം പറയരുത്. അള്ളാഹു നമ്മളോട് നിരോധിച്ചത് കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബതൻ. വിശാലമായ ദീർഘമായ ആയത്തിൽ അള്ളാഹു എന്തൊക്കെയാണ് ഹറാമാക്കിയത് എന്ന് പഠിപ്പിക്കുന്നു. നീചമായതെല്ലാം ഹറാമാണ്. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, പാപം ഹറാമാണ്, അന്യായമായ അക്രമം ഹറാമാണ്. വ അൻ തുശ്രികൂ ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ഹറാമാണ്. മാ ലം യുനസിൽ ബിഹി സുൽത്താന, പങ്കു ചേർക്കാൻ നിങ്ങൾക്ക് ഒരു രേഖയുമില്ല, അതൊക്കെ ഹറാമാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കണേ എങ്ങനെ? വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് പറയുന്നതും ഹറാമാണ് കേട്ടോ. അല്ലാഹുവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചും സിഫാത്തിനെ കുറിച്ചും അസ്മാഇനെ കുറിച്ചും മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് പറഞ്ഞു പോകരുത്. നമുക്കതിന് അധികാരം ആരും തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അജ്റഉകും അലൽ ഫത്യ. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ ധൈര്യം കാണിക്കുന്നവർ അജ്റഉകും അലൻ നാർ, നരകത്തിലേക്ക് പോകാനാണ് ധൈര്യം കാണിക്കുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് ആളുകളെ കുറിച്ച്? ഏതൊക്കെ രൂപത്തിലാണ് ദുർവ്യാഖ്യാനം നടത്താറുള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അതാണ്. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾ കളവായി വർണ്ണിച്ചു തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഹറാമാണ്, ഇത് ഹലാലാണ് എന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. കൽപ്പനയാണ് അല്ലാഹുവിന്റെ. ഇത് ഹലാല്, അത് ഹറാമ്. നമുക്കാരാണ് അതിന് അവകാശം തന്നത്? പാടില്ല, ഒരിക്കലും പാടില്ല. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അപ്രകാരം ചെയ്യുന്നവർ അല്ലാഹുവിന്റെ പേരിൽ കറ്റുകെട്ടി പറയുകയാണ് ചെയ്യുന്നത്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പേരിൽ ഇത്തരം കറ്റുകെട്ടി പറയുന്നവർ തീർച്ചയായും വിജയിക്കുകയില്ല തന്നെ. ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഫത്വക്ക് ഒരു മുട്ടില്ലല്ലോ. ആകെ മുട്ടില്ലാത്ത വിഷയം എന്താ? ഫത്വ. ചില സ്ഥലത്തൊക്കെ ആവശ്യമുള്ളത് കിട്ടുകയാണ് ഫത്വ.
ആവശ്യമുള്ളത്. എനിക്ക് ഇന്നതാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഫത്വ നൽകാൻ ആളുകൾ. അല്ലേ? വല്ലാത്ത ഒരു ദുരവസ്ഥയാണ്. പരസ്യമായി പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളോട് പോലും അന്യായമായ രൂപത്തിൽ ഫത്വ കൊടുക്കുന്ന മനുഷ്യന്മാർ. നോക്കൂ, നിങ്ങൾ എന്തായിരുന്നു സഹാബത്തിന്റെ ചരിത്രം? നാം പരിശോധിക്കേണ്ടതാണ്. താബിഈകളുടെ ചരിത്രം എന്തായിരുന്നു? പണ്ഡിതന്മാരുടെ ചരിത്രം എന്താണ്? ഇമ്മത്തുകളുടെ ഇമാമുമാരുടെ ചരിത്രം എന്താണ്? അറിയണം നാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഖ്റബുൻ നാസി ഇലാ റസൂലില്ലാഹി യഹ്ദറുൽ ഖൗല അലല്ലാഹി ബിഗൈരി ഇൽം. അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്തവൻ യഹ്ദറുൽ ഖൗല അലല്ലാഹി ബിഗൈരി ഇൽം, വിജ്ഞാനമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് സൂക്ഷിക്കുന്നവരാണ്, ശ്രദ്ധിക്കുന്നവരാ. പറയില്ല, ഒന്നും പറയില്ല, മിണ്ടാണ്ടിരിക്കും. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയും, അയ്യു സമാഇൻ തുളില്ലുനി, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ വിവരമില്ലാത്ത പറഞ്ഞാൽ ഏതൊരാകാശമാണ് എനിക്ക് തണലാവുക. വഅയ്യു അർദിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അലം, അള്ളാഹുവിന്റെ കിതാബിലില്ലാത്തത് അള്ളാഹു പറഞ്ഞു, ആ ആയത്ത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ഏതാകാശമാണ് എനിക്ക് തണൽ നൽകുക, ഏത് ഭൂമിയാണ് എന്നെ പേറുക എന്ന് ചോദിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വിഷയം ഗൗരവമുള്ളതാണ് എന്നർത്ഥം, ഗൗരവമുള്ളതാണ് വിഷയം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ സുഇൽതും അമ്മാ ലാ തഅലമൂന ഫഹ്റബു, നിങ്ങൾക്ക് വിവരമില്ലാത്തത് നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ ഓടിക്കോളി അവിടുന്ന്. അവിടെ നിൽക്കും കൂടി വേണ്ട. കാരണം എന്താ? മുണ്ടും ചോദിപ്പിക്കും, മറുപടി പറയേണ്ടി വരും. ഓടിക്കോളി. ഖാലു, സഹാബത്ത് ചോദിച്ചു, കൈഫൽ ഹറബ്? അലി ഇബ്നു അബീ താലിബ് ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് ഈ ഓടൽ? ഖാല, അദ്ദേഹം പറഞ്ഞു, തഖൂലൂൻ അല്ലാഹു അഅലം. ഫത്വ ചോദിക്കുമ്പോൾ ഓടുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് പറയാൻ കഴിയണം, അല്ലാഹു അഅലം, അള്ളാഹുവിനാണ് ഇതറിയുക, അള്ളാഹുവിനാണ് ഏറ്റവും അറിയുക, എനിക്കറിയില്ല എന്ന് പറയാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ഒരു വിഷയമല്ലല്ലോ. ചോദിച്ചാൽ എല്ലാത്തിനും എന്തുണ്ട്? മറുപടി ഉണ്ട്. ഏതാളോട് ചോദിച്ചാലും എന്റെ അഭിപ്രായം അതാണ്, ഇവന്റെ അഭിപ്രായം പറയാനാണ് യഥാർത്ഥത്തിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളത്? അല്ലല്ലോ. പറയേണ്ടത് അള്ളാഹു എന്ത് പറഞ്ഞു, റസൂലുള്ളാഹി എന്ത് പറഞ്ഞു, ദീൻ എന്ത് പറഞ്ഞു, സഹാബത്ത് എന്ത് പറഞ്ഞു, അതല്ലേ പറയേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതല്ലാത്തതിലൊക്കെ അലി ഇബ്നു അബീ താലിബ് പറഞ്ഞ ഓടൽ വേണം. ഏതാ ഓടൽ? അല്ലാഹു അഅലം. അതാണ് യഥാർത്ഥത്തിലുള്ള രീതി. സഹാബത്തിന്റെ കൂട്ടത്തിലെ മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ജനങ്ങളെ ഫത്വ കൊടുക്കുന്ന വിഷയത്തിൽ ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹി. ജനങ്ങളെ, വല്ല വിഷയത്തിലും നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അത് പറഞ്ഞോ. വമൻ ലം യഅലം ഫൽയഖുൽ അല്ലാഹു അഅലം. വിവരമില്ലെങ്കിലോ അല്ലാഹു അഅലം എന്നാട്ടോ പറയേണ്ടത്. വിവരമില്ലെങ്കിൽ ഉണ്ടാക്കി പറയണ്ട. മനസ്സിലായില്ലേ? അത് പാടില്ലാത്തതാകുന്നു. ഫഇന്ന മിനൽ ഇൽം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, വിജ്ഞാനത്തിൽ പെട്ടതാണ് അൻ യഖൂല ലിമാ ലാ യഅലം അല്ലാഹു അഅലം. അറിയാത്ത വിഷയങ്ങൾക്ക് അല്ലാഹു അഅലം എന്ന് പറയുക എന്നത് വിജ്ഞാനത്തിൽ പെട്ടതാണ്. നമുക്ക് ആ വിജ്ഞാനം കൂടി നഷ്ടപ്പെടുകയാണ്. വിവരമില്ലെങ്കിൽ അറിയില്ല, അതൊക്കെ പഠിച്ചവനെ അറിയുള്ളൂ, എനിക്കറിയില്ല, അല്ലാഹു അഅലം എന്ന് പറയാനുള്ള ഒരു വിവരം പോലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്തിനെക്കുറിച്ചും പറയാൻ നമുക്ക് ധൈര്യമാണ് എന്നർത്ഥം. ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമ്മത്തുകളിലെ മഹാന്മാരായ ഇമാമുമാരുടെ കൂട്ടത്തിലെ പ്രഗൽഭനായ മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു, മൻ അജാബ ഫീ മസ്അലത്തിൻ ഫയംബഗി ഖബ്ല അൽ ജവാബി അൻ യഅരിദ നഫ്സഹു അലൽ ജന്നതി വന്നാർ. ഒരാളോട് വല്ല വിഷയത്തിലും ഫത്വ ചോദിക്കപ്പെട്ടാൽ, ഒരു മസ്അല ചോദിച്ചാൽ, ഉത്തരം പറയുന്നതിന് മുമ്പ് അൻ യഅരിദ നഫ്സഹു അലൽ ജന്നതി വന്നാർ, അവന്റെ മുമ്പിൽ അവൻ സ്വർഗത്തെയും നരകത്തെയും ഇങ്ങനെ കാണണം. സ്വർഗവും നരകവും. ഞാൻ ശരി പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും, തെറ്റ് പറഞ്ഞാലോ നരകത്തിലേക്ക് പോകും. മനസ്സിലായില്ലേ? വകൈഫ ഖിലാസുഹു സുമ്മ യുജീബ്. ഞാനെങ്ങാനും ഇല്ലാത്തത് പറഞ്ഞ നരകത്ത് പോലെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് വിചാരിച്ച് വേണം മറുപടി പറയാൻ. ആലോചിച്ച് നോക്കൂ സഹാബന്മാരെ, ഇതായിരുന്നു സഹാബത്ത്, ഇതായിരുന്നു അയിമ്മത്ത്. ഒരു കാരണവശാലും അവർ അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ മതത്തിൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽ ധൈര്യപൂർവ്വം ഒരു ഫത്വയും പറഞ്ഞില്ല. അയിമ്മത്തുകളുടെ മഹാന്മാരായ